ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ പിള്ളേർ വന്നിട്ട് ചോദിച്ചു നമ്മുടെ ബെൻസിൻ്റെ പണി എന്തായി, ബെൻസിൻ്റെ വർക്ക് കഴിഞ്ഞു ബ്രോ, ബെൻസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായിരിക്കും. നമ്മൾ ബെൻസ് നമ്മൾ എന്താ പറയുക ഡ്രോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ഡ്രോപ്പ് ആയിരുന്നു. പക്ഷേ നമുക്ക് ഫുൾ ഡ്രോപ്പ് ആയി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എയർമാറ്റിക്കിൽ നമ്മൾ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ചെയ്തേക്കാണ്. കംപ്രസർ മൊഡ്യൂൾ പിന്നെ എക്സ്ട്രാ ക്യാനൊക്കെ ചെയ്തിട്ട് ചെയ്തേക്കാണ്. പിന്നെ നമ്മൾ വേറെ കിറ്റ് എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവും. ഇതന്നെ ഏകദേശം ഒരു 1 സംതിങ് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫുൾ ഡ്രോപ്പ് അടിക്കാൻ പറ്റും. അതുപോലെ വീലും മാറണം അതിനനുസരിച്ചിട്ട് ആ സ്ട്രട്ട് മാറണം. പിന്നെ സ്ട്രട്ട് കട്ട് ചെയ്ത് കുറച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഫുൾ ഡ്രോപ്പ്. പക്ഷേ സ്ട്രട്ട് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ബെൻസ് ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ആണ്. പിന്നെ സ്റ്റോക്ക് എയർമാറ്റിക് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ ഡ്രോപ്പ് കിട്ടിയില്ല, പക്ഷെ എന്നാലും ഡ്രോപ്പ് ചെയ്ത് കിടക്കുന്നതാണ് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും, ബെൻസിൻ്റെ ആയിരിക്കും. പിന്നെ താറ് ഇതൊക്കെ എടുക്കുന്നത്, താറ് നല്ല കഴുകിയതാണ്, ഫുള്ള് ചളിയായിട്ട് കിടക്കുന്നുണ്ട്. ഇന്നലെ ആക്ച്വലി ചെറിയൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു മാമാടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വണ്ടികളും എടുത്തിട്ടുണ്ടാകും, 5 വണ്ടികളും എടുത്തിട്ടുണ്ടാകും. ഇന്നലെ കഴുകി 5 വണ്ടിയും അതുപോലെ തന്നെ ചളിയാവുകയും ചെയ്തു. അതാണ് അവസ്ഥ. ഈ മഴ ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെയാണ്. ബെൻസ് ഇത് ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ കാർ ഷെഡിൽ കിടക്കുന്നുണ്ട്, മസ്താങ് ഇവിടെ കിടക്കുന്നുണ്ട്, പിന്നെ ഇത് നമ്മുടെ ചവിട്ടി കിടക്കുന്നുണ്ട്. ചവിട്ടി എപ്പോഴും നമ്മളൊരു വീക്ക്നെസ്സാണ്. അവിടെ എന്താ പറയുക, ഒരുപാട് നെഗറ്റീവ് കമൻസും ട്രോൾസൊക്കെ വരാനുള്ളൊരു കാരണക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ചവിട്ടിയാണ്. സോ നമ്മൾ ചവിട്ടിനെ എപ്പോഴും ബഹുമാനിക്കാം. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഞാൻ എനിക്ക് വന്ന് നോക്കുമ്പോൾ ചവിട്ടി ഗേറ്റിൻ്റെ മുകളിലാണ് കണ്ട്, വണ്ടർ ബോൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഭാഗ്യം. അപ്പോൾ അത് ബെൻസ് കിടക്കുന്നത്, ബെൻസ് ആക്ച്വലി ഇപ്പോൾ ഡ്രോപ്പിലാണ് കിടക്കുന്നത്, ഇനിയും താവൂട്ടാ. പിന്നെ വേറൊരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് വണ്ടി അപ്പുറത്തേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം, അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ ആയതുകൊണ്ട് എന്താ പറയുക വെളിച്ചടിക്കാത്തതുകൊണ്ട് ചെറിയൊരു ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് ഇടാം. നമ്മളിതേ വണ്ടി എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡ്രോപ്പ് ചെയ്യുമ്പോഴും നമ്മൾ വണ്ടി താഴ്ത്തുമ്പോഴും പൊക്കുമ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യൂ കാണണ്ട. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ എയർ ചെയ്തേക്കുന്നത് എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷോക്കിൽ തന്നെ, അതായത് എയർമാറ്റിക്കിൽ തന്നെ നമ്മൾ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പൈപ്പും കാര്യങ്ങളും ചെറിയൊരു അതായത് വ്യത്യാസത്തിൽ നമ്മൾ വലിപ്പം കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. മൊഡ്യൂൾ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. കംപ്രസർ നമ്മുടെ ഇതിൻ്റെ സ്റ്റോക്ക് കംപ്രസർ അല്ല, വേറെ കംപ്രസർ, വിയറിൻ്റെ കംപ്രസർ നമ്മൾ തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് കയറ്റിയിട്ടുണ്ട്. പിന്നെ വേറെ എക്സ്ട്രാ ക്യാന് നമ്മൾ കസ്റ്റം ചെയ്തിട്ട് കയറ്റിയിട്ടുണ്ട്. അതായത് ഈ വണ്ടിയിൽ എയർമാറ്റിക്കിൽ ക്യാന് വരുന്നത് 3 ക്യാനാണ് വരിക. ചെറിയ ക്യാനുകൾ ക്യാനുകൾ ഒരു 3 വരും. അതുകൂടാതെ നമ്മൾ ഏകദേശം ഇത്രയും 3 ക്യാന് നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ കൊടുത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്യാന് വെക്കുമ്പോൾ നമ്മുടെ വണ്ടിയിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല. ഡിക്കി സ്പേസ് നമുക്ക് കളയാൻ പറ്റില്ല. ഡിക്കി സ്പേസ് നമുക്ക് വേണം. കാരണം ഇതൊരു ഫാമിലി കാർ ആയതുകൊണ്ട് നമ്മൾ ലോങ് ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിലാണല്ലോ വെക്കുക. സോ ആ ഒരു സ്പേസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു സ്പേസ് കളയാതെ ചെയ്യാൻ പറഞ്ഞപ്പോൾ നെസി ചെയ്തതാണ്. ഇതിൻ്റെ 3 ക്യാന് വരുന്നുണ്ട്. ആ 3 ക്യാനിലും കണക്ഷൻ കൊടുത്ത് അത് കൂടാതെ ഒരു 3 ക്യാന് ചെറുത്, അതായത് ഡിക്കിൻ്റെ അടിയിൽ സ്റ്റെപ്പിനി സ്പേസിൽ സെറ്റ് ചെയ്തിട്ട് അവൻ ചെയ്തു തന്നു. സംഭവം എന്തായാലും അടിപൊളിയായി. പിന്നെ ഇത് 12 തവണ നമ്മുടെ സിവിക്കിൻ്റെ അത്ര സ്പീഡ് പോലും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ എയർമാറ്റിക്കിൻ്റെ ബാഗിൽ വരുന്നതിൻ്റെ ടോപ്പിൽ വരുന്ന ഹോൾ, അതായത് എയർ ഫില്ല് ചെയ്യുന്ന ഹോൾ എന്ന് പറയുമ്പോൾ ചെറിയ ഹോളാണ്. നമുക്ക് ആ പൈപ്പാണ് ലൈക്ക് വലിപ്പം കൂട്ടാൻ പറ്റുള്ളൂ. ആ ഹോള് വലിപ്പം കൂട്ടാൻ പറ്റായിക്കൊന്നുമില്ല കസ്റ്റം ചെയ്യുക. പക്ഷേ ഞാൻ പറഞ്ഞ് അതിൻ്റെ മുകളിലൊന്നും കളിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു എഴുതി തിരിച്ച് അതുപോലെ പഴയ പോലെ ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ റിസ്ക് ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊഡ്യൂളും കാര്യങ്ങളും മാറ്റിയിട്ട് സ്റ്റോക്കിലേക്ക് തന്നെ ആക്കിയെടുക്കാം. നമ്മുടെ ഓട്ടോമാറ്റിക്കിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും, റിമോട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ എക്സ്ട്രാ ഗേജും കാര്യങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട് PSI അളവ് അറിയാൻ വേണ്ടിയിട്ട്. അതായത് ഫ്രണ്ട് PSI അളവ് നമ്മളെ സിവിക്കിലുള്ള പോലത്തെ ഗേജും കാര്യങ്ങളും നമ്മൾ ഇതിലും കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തത്. പിന്നെ ബാഗും കാര്യങ്ങളും എല്ലാം പുതിയതാണ്. സ്റ്റോക്കിൽ തന്നെ, അതായത് കമ്പനി വരുന്ന ബാഗ് തന്നെ നമ്മൾ 4 നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയതാക്കി. എന്നിട്ട് പുതിയതാക്കിയതിന് ശേഷമാണ് നമ്മൾ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ പൊക്കണും താഴ്ത്തണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഫ്രണ്ട് താഴ്ത്തുക എന്ന് പറയുമ്പോൾ വേണ്ട, ഈ ഒരു സ്പീഡിലാണ് നമ്മുടെ ഫ്രണ്ട് താഴ്ന്നു വരിക. കുറച്ച് ടൈം പീരീഡ്, അതായത് സിവിക്ക് താവണേക്കാളും കുറച്ചും കൂടെ സ്ലോ ആക്കിയിട്ടാണ് താവുക. ഇതിപ്പോൾ ഇത്രയും വന്ന് മുട്ടി നിൽക്കുന്നുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇനിയും ഡ്രോപ്പ് അടിക്കുക. അത് ആക്ച്വലി ടയറിൻ്റെ മുകളിൽ, ഇതിലത്തെ ഫ്ലാപ്പിൻ്റെ മുകളിൽ തട്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഡ്രോപ്പ് ചെയ്യുക. ഈ ടയർ ലോ പ്രൊഫൈൽ ഒന്നുകൂടി പ്രൊഫൈൽ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി താഴ്ന്നു കിടക്കും. അതുകൂടാതെ വീലിപ്പോൾ ഇത് 20 കിടക്കുന്നത്, അത് 90 ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി താഴ്ന്നു കിടക്കും ലോ പ്രൊഫൈൽ ടയർ ആക്കി കഴിഞ്ഞാൽ.
പിന്നെ നമുക്ക് ഫുൾ ഡ്രോപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രട്ട് കട്ട് ചെയ്തിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ആഫ്റ്റർ മാർക്കറ്റ് സ്ട്രട്ടോട് കൂടിയിട്ടുള്ള ബാഗ് വരുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡ്രോപ്പ് അടിക്കാൻ പറ്റും. അതല്ലാതെ ഈ സ്റ്റോക്കിൻ്റെ സ്ട്രട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ബാക്ക് താഴ്ത്തി കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ബാക്ക് താഴ്ന്ന് കിടക്കുക. ഇത് ആക്ച്വലി ടയറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. കണ്ടോ, എൻ്റെ ഒരു വിരൽ പോകാനുള്ള ഗ്യാപ്പ് പോകില്ല. കാരണം ഈ ടയർ നമ്മുടെ 2 വീലും 2 സൈസാണ്. ബാക്ക് വീൽ എന്ന് പറയുമ്പോൾ 10.5 വരുന്നത്, ഫ്രണ്ട് വീല് 9 ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഈ ടയറും പ്രൊഫൈൽ കൂടുതലാണ്, വീതിയും കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ടയറിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ ടയർ നമ്മൾ പ്രൊഫൈൽ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി കയറി പോവും. വീല് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് ആയി എടുക്കും. അപ്പോൾ നല്ല രസവും കുറച്ചും കൂടി ഫ്രണ്ട് കുറച്ച് ഈ ബാക്ക് താഴ്ന്ന് കിടക്കുന്നതിനേക്കാളും കുറച്ചധികം താഴ്ന്ന് കിടക്കുന്നുണ്ട് ഫ്രണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡ്രോപ്പ് നമുക്ക് കിട്ടിയത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡ്രോപ്പ് അടിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റുവെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആക്ച്വലി ഈ ഒരു ലുക്കിൽ തന്നെ വണ്ടി വേറെ ലെവലിൽ നിന്ന് കിട്ടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ML എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് കൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ ലൈക്ക് റിമോട്ട് ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ പൊക്കാനും താഴ്ത്താനാക്കാവുന്ന ലെവലിൽ കൊണ്ടു നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആവുന്നു ഇന്ത്യയിൽ കേട്ടോ. പുറത്തൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്, ഫുൾ ഡ്രോപ്പ് ആക്കി അടിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ. പക്ഷേ ഇത് പിന്നെ ഫാമിലി യൂസ് കാറുമാണ്. പിന്നെ നമ്മളിപ്പോൾ തന്നെ ഏകദേശം ഒരു 1 ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ഇറക്കാന്ന് പറയുമ്പോൾ റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്ത് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ചെയ്ത്. പക്ഷേ ഇതും ഒരു വൃത്തി തന്നെ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്ന് നോക്കും. ഇതിങ്ങനെ കിടക്കണം കണ്ടിട്ട് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കണമെന്ന് വേറെ ലെവലിലൊക്കെ വന്ന് നോക്കും. ഒന്നുകൂടി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അനദർ ലുക്കാവും. ഇനി ഇതിൻ്റെ ക്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിൽ വെച്ച് കാണിച്ചു തരാം, കസ്റ്റം ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഗേജിൻ്റെ ഉള്ളിൽ അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാ. നമ്മൾ ഡിക്കി സ്പേസ് കളയാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഡിക്കി സ്പേസ് നമുക്ക് ഇത്രയും വരുന്നുണ്ട്. നമ്മൾ വലിയ ക്യാന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വെക്കണം. കാരണം വേറെ എവിടെയും സ്പേസ് ഇല്ല നമുക്ക് വണ്ടിയിൽ വേറെ എവിടെയും വെക്കാനുള്ള സ്പേസ് ഇല്ല. പിന്നെ ആകെയുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ സ്റ്റെപ്പിന് വരുന്ന സ്പേസാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെറിയൊരു ക്യാൻ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോക്ക് ക്യാനിൽ കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മളിത് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേണ്ട, ഇത് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് ആക്ച്വലി നമ്മളിപ്പോൾ കസ്റ്റം ചെയ്തെടുത്ത ഒരു ക്യാന്. ഇത് വന്നിട്ട് നമ്മുടെ വിയറിൻ്റെ കംപ്രസർ വരും. ഇത് നമ്മുടെ മൊഡ്യൂളും കാര്യങ്ങളും വരും. ഇത് നമ്മുടെ പൈപ്പാണ്, ഔട്ടാണ്. ഇത് ആക്ച്വലി നമുക്ക് ചളിക്ക് കയറിയിട്ട് സ്റ്റക്ക് ആവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എയർ കളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമാണ്. പിന്നെ വരുന്നത് ഈ സ്റ്റോക്ക് ക്യാന് വരുന്നത്, ഇത് സ്റ്റോക്ക് ക്യാനാണ്. ഇതുപോലെ തന്നെ 2 ക്യാനും കൂടി ഉണ്ട്. ഒരെണ്ണം വന്നിട്ട് ഈ ഒരു സൈഡിലും വരുന്നുണ്ട് ലെഫ്റ്റിൽ, ഒരെണ്ണം വന്നിട്ട് ഈ റൈറ്റ് സൈഡിലും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ പൈപ്പിൻ്റെ സൈസ് നമ്മൾ കൂട്ടിയത്. ഇത് കണ്ട, ഇതാണ് നമ്മുടെ സ്റ്റോക്ക് പൈപ്പ് വരുന്നത്. സ്റ്റോക്ക് പൈപ്പ് ഭയങ്കര ചെറുതാണ്. അതിൽ നമുക്ക് പരമാവധി കൂട്ടാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഇത്രയും പോകുന്നൊരു പൈപ്പാണ്. ഓക്കെ, ആ ഒരു പൈപ്പിലേക്ക് നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാഗിലും ചെയ്തേക്കുന്നത്. ബാഗിൻ്റെ എൻഡിൽ വരുന്നത് ഇങ്ങനെ ഒരു പൈപ്പാണ്. ആ പൈപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു കണക്ടർ ഇട്ടിട്ട് നമ്മൾ സൈസ് കൂട്ടിയേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈക്ക് സ്പേസും കിട്ടി. പിന്നെ 4 കണക്ഷൻ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് കംപ്രസർ അങ്ങനെ അധികം വർക്ക് ചെയ്യേണ്ട ഒരു എന്താ പറയുക ആവശ്യം വരുന്നില്ല. അതായത് എയർ നമുക്ക് അത്യാവശ്യം 4 ക്യാൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അത്യാവശ്യം എയർ ഫില്ലായിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ള വണ്ടികൾ കൊണ്ടു നടക്കുന്ന പോലെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ പൊക്കി താഴ്ത്തിയിട്ട് കളിക്കുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഫുള്ള് താഴ്ത്തിയിടുക എന്നല്ലാതെ ഫുൾ ടൈം നമ്മളിങ്ങനെ പൊക്കി താഴ്ത്തിയും കളിക്കുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഗേജ്. ഇതിൽ മേലെ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിലെ PSI, താഴെ കാണുന്നത് നമ്മുടെ ബാക്കിൽ PSI. ഇത് ആക്ച്വലി നമ്മളിങ്ങനെ ഇപ്പോൾ കംപ്രസർ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എയർ ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ഫ്രണ്ട് വർക്കാവുന്നത് കാണാം. നിങ്ങൾക്ക് മേലെ വർക്കാവുന്നത് കാണാം. വണ്ടി അതിനനുസരിച്ച് പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്കിതിൽ B അമർത്തി കഴിഞ്ഞാൽ ഇതേ ബാക്കും വർക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കും പൊങ്ങുന്നുണ്ട്. അതായത് നമുക്ക് അളവ് അറിയാൻ പറ്റും, വണ്ടി ഏത് ഹൈറ്റിലേക്ക് എടുക്കുന്നത്, എങ്ങനെയൊക്കെ എടുക്കുന്നത് അറിയാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് താഴ്ന്നിട്ടാണോ അതോ ബാക്ക് പൊന്തിയിട്ടാണോ, അതായത് ഒരേ ലെവലിലാണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ഗേജ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗേജ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഫുൾ ഡ്രോപ്പിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡ്രോപ്പിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റേ ഫെൻഡറിൻ്റെ മുകളിൽ തട്ടാനുള്ള സാധ്യത ഉണ്ട്. ടയർ പ്രൊഫൈൽ കൂടിയതായതുകൊണ്ട് ടയർ ഒന്നും കൂടിയും പ്രൊഫൈൽ കുറച്ച് നല്ല സൈസ് കുറഞ്ഞ് വീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡ്രോപ്പിൽ തന്നെ ഇങ്ങനെ ചാടിച്ച് കൊണ്ടു നടക്കാം. അത് വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബെൻസിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ബെൻസ് എന്താ പറയുക ഈ ഒരു ഡ്രോപ്പിൽ കിടക്കണതാണ് ഭയങ്കര സാധനം കേട്ടോ. ആക്ച്വലി ഈ വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ലുക്കും കാര്യങ്ങളൊക്കെ ആണ്. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് ഒരുപാട് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആവണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.